അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുമ്പമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് അധികൃതർ. 30 ലക്ഷം രൂപ മുടക്കിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും നാളുകളായി ശ്മശാനം അടച്ചിട്ടതുമൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുമ്പമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനമായ ശാന്തി കവാടത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന ഏകദേശം 30 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മെയിന്റനൻസിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത്. ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മൂലം കുറച്ചുനാളുകളായി ഉപയോഗശൂന്യമായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ജോലികളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ശ്മശാനം ക്രിമിറ്റോറിയത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന ഏകദേശം 30 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മെയിൻ്റനൻസ് വർക്കുകൾ ഉൾപ്പെടുത്തിയാണ് അതിന്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് പൂർണ്ണമായും വർക്കുകളെല്ലാം നടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മെയിൻ്റനൻസ് വർക്കുകൾ കാരണം നമുക്ക് ശ്മശാനം ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. എത്രയും പെട്ടെന്ന് ഇന്നും നാളെയുമായി പണികൾ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. സാധുജനങ്ങൾക്ക് ഏറ്റവുമധികം ആശ്രയമായിരുന്ന പഞ്ചായത്തിന്റെ പൊതുശ്മശാനം ഉപകരണങ്ങൾ തുരുമ്പെടുത്തും പുകക്കുഴലടക്കം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നതോടെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു. പൊതുശ്മശാനം തുറന്നു നൽകുന്നതോടെ നാളുകളായുള്ള ആരോപണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.